ഹായ് ഹലോ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് നമ്മുടെ ഹെയർ ഗ്രോത്ത് ചാലഞ്ചിലെ ഡേ 11 ആണ് കേട്ടോ. നമ്മുടെ 11ാമത്തെ വീഡിയോ ആണ്. കഴിഞ്ഞ ദിവസം ഞാൻ ഡേ 10 ഹെയർ പാക്കിൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കാണാത്തവർ പോയി കണ്ടു നോക്കാട്ടോ. നല്ല സൂപ്പർ ഹെയർ പാക്കാണ് കേട്ടോ. അപ്പോൾ അത് ഇട്ടതിന് ശേഷമുള്ള റിസൾട്ടാണ് കേട്ടോ കാണിക്കുന്നത്. അപ്പോൾ എല്ലാവരും ഒന്ന് കണ്ടു നോക്കുക. അപ്പോൾ ഇന്ന് നമ്മൾ ഡേ 11ാമത്തെ ഹെയർ പാക്കാണ് കേട്ടോ നോക്കുന്നത്. ഇതൊരു ഹെയർ ടോണറാണ് കേട്ടോ. നമ്മുടെ കിച്ചണിൽ തന്നെ ഒത്തിരി അവൈലബിൾ ആയിട്ടുള്ള നമ്മുടെ എല്ലാവരും വേസ്റ്റ് ചെയ്ത് കളയുന്ന ഒരു സംഭവം കൂടി ചേർത്തിട്ടാണ് ഇന്നത്തെ ഒരു ഹെയർ ടോണർ പ്രിപ്പയർ ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതെങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നതെന്നും അപ്ലൈ ചെയ്യുന്നതെന്നൊക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് തന്നെ കാണാം. അതിന് മുൻപായിട്ട് ആരെങ്കിലും നമ്മുടെ ചാനലിൽ പുതുതായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനലിൽ ഇതുപോലെ ഒരുപാട് ഹെയർ റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസൊക്കെ ഇട്ടിട്ടുണ്ട്. അതൊക്കെ ഒന്ന് കണ്ടു നോക്കുക. വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണ്, യൂസ്ഫുള്ളാണെന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ മാത്രം നമ്മുടെ ഒരു കുട്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. അപ്പം നമുക്ക് നേരെ പോയിട്ട് എങ്ങനെയാണ് ആ ഒരു ഹെയർ ടോണർ പ്രിപ്പയർ ചെയ്യുന്നതെന്ന് നോക്കിയാലോ. അപ്പം നമ്മൾ ആദ്യമേ ഒരു പാത്രം ഗ്യാസിൽ വെച്ചിട്ടുണ്ട്. അതിൽ ഞാനൊരു 3/4 പാത്രം വെള്ളം ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് ഓരോരുത്തരുടെയും ഹെയറിൻ്റെ ലെങ്ത്തിനും തിക്നെസ്സിനൊക്കെ അനുസരിച്ചിട്ട് നമ്മളെടുക്കുന്ന വെള്ളത്തിൻ്റെ അളവ് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം. ഞാനിവിടെ ഒരു 3/4 ഗ്ലാസ്സോളം വെള്ളമാണ് എടുത്തിട്ടുള്ളത്. ഇനി അത് നന്നായിട്ടൊന്ന് തിളച്ച് വരുമ്പോൾ അതിനകത്ത് ഒരു അര സ്പൂണോളം ഉലുവ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഉലുവ നമുക്കറിയാം നമ്മുടെ ഹെയർ ഗ്രോത്ത് ഉണ്ടാകാനും അതുപോലെ തന്നെ പുതിയ മുടിയിഴകളൊക്കെ വളർത്തിയെടുക്കാനും അതുപോലെ തന്നെ മുടി നന്നായിട്ട് സ്പീഡിൽ വളരാനൊക്കെ ആയിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നതാണ്. അപ്പോൾ ആ ഒരു ഉലുവയും കൂടി ചേർത്തതിന് ശേഷം 2 മിനിറ്റ് ഒന്ന് തിളപ്പിക്കുക. അപ്പോൾ തന്നെ നമ്മുടെ ആ ഒരു വെള്ളത്തിൻ്റെ കളറൊക്കെ ഒന്ന് മാറും. അപ്പോൾ ആ ഒരു സമയത്ത് നമ്മൾ അതിനകത്തോട്ട് ഒരു സ്പൂണോളം കരിഞ്ജീരകം കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി അത് തിളയ്ക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. ഇനി അത് നന്നായിട്ട് തിളച്ച് വരുന്ന സമയത്ത് നമ്മൾ ഇതുപോലെ എല്ലാ ദിവസവും നമ്മളെ വീട്ടിൽ സവാള നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. നമ്മൾ ഏതൊരു കറി വെക്കുന്ന സമയത്തും അല്ലെങ്കിൽ തന്നെ എന്ത് ചെയ്യുന്ന സമയത്തും നമ്മൾ ഒരു സവാള എങ്ങനെ യൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ അങ്ങനെ നമ്മൾ സവാള യൂസ് ചെയ്തതിന് ശേഷം ഇതുപോലെ വേസ്റ്റായിട്ട് വരുന്ന ആ ഒരു സവാളയുടെ തോട് നിങ്ങൾ കളയാണ്ടിരിക്കുക കേട്ടോ. അപ്പോൾ കുറേ പേർക്കൊക്കെ അറിയാം, മുൻപ് ഞാൻ ഇതുപോലെ ഹെയർ ടോണറായിട്ടൊക്കെ നമ്മുടെ ഈ ഒരു സവാളയുടെ തോട് വെച്ചിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ആ ഒരു സവാളയുടെ തോട് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇനി അത് നന്നായിട്ടൊന്ന് കഴുകി വൃത്തിയാക്കിയിട്ട് നമ്മുടെ ഈ ഒരു വെള്ളത്തിനകത്തോട്ട് ഇട്ട് കൊടുക്കാം. അപ്പം നമ്മൾ സവാള യൂസ് ചെയ്യുന്നത് സവാളയിൽ സൾഫർ കണ്ടൻറ്റ് ഉള്ളതുകൊണ്ട് തന്നെ, വളരെ കൂടുതലായിട്ട് സൾഫർ കണ്ടൻറ്റ് ഉള്ളതുകൊണ്ട് തന്നെ നമ്മുടെ ഹെയർ ഗ്രോത്ത് കൂടാനും അതുപോലെ തന്നെ നമ്മുടെ സ്കാൽപ്പിൽ നമ്മൾ ഈ ഒരു സവാളയുടെ ജ്യൂസൊക്കെ യൂസ് ചെയ്യുന്നതുകൊണ്ട് നമ്മുടെ പുതിയ മുടിയിഴകളൊക്കെ വളർത്തിയെടുക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ് കേട്ടോ. ഇനി അതും കൂടി ചേർത്തതിന് ശേഷം പിന്നെ തൈറോയിഡിൻ്റെയൊക്കെ പ്രശ്നം, നീരിറക്കത്തിൻ്റെയും ജലദോഷത്തിൻ്റെയൊക്കെ പ്രശ്നമുള്ളവരാണെന്നുണ്ടെങ്കിൽ കുറച്ച് നമ്മുടെ പനിക്കൂർക്കൻ്റെ ഇലയും കൂടി ചേർത്ത് കൊടുക്കാനായിട്ട് നോക്കട്ടെ. അത് നല്ലതാണ്. നമുക്ക് അകാലനര വരാതിരിക്കാനും മുടിക്ക് നല്ല കറുപ്പ് നിറം കിട്ടാനൊക്കെ ആയിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നതാണ്. അപ്പം നമ്മളിതിൽ ചേർത്തിട്ടുള്ള സംഭവങ്ങളെല്ലാം തന്നെ മുടിക്ക് കറുപ്പ് നിറം കിട്ടാനാണെങ്കിൽ നമുക്ക് നമ്മുടെ ആ ഒരു കരിഞ്ജീരകം മുടി നന്നായിട്ട് കറുപ്പ് നിറം കൊടുക്കാനായിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നതാണ്. അതുപോലെ സവാള എന്ന് പറയുന്നത് സവാളയുടെ ആ ഒരു സൾഫർ അടങ്ങിയിട്ടുള്ളത് കൊണ്ട് തന്നെ നമ്മുടെ മുടി പുതുതായിട്ട് കിളിർപ്പിച്ചെടുക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ്. അതുപോലെ ഉലുവ നമ്മുടെ മുടി വളർച്ച കൂട്ടാനും അതുപോലെ തന്നെ പുതിയ മുടികളൊക്കെ വളർന്നിട്ടുണ്ടെങ്കിൽ അതിനെ നീളത്തിൽ വളർത്താനൊക്കെ ആയിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ് കേട്ടോ. അപ്പോൾ നന്നായിട്ട് ഞാനൊരു 2-3 മിനിറ്റ് തിളപ്പിച്ചതിന് ശേഷം ഇതൊന്ന് തണുക്കാനായിട്ട് ഗ്യാസ് ഓഫ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നന്നായിട്ടൊന്ന് തണുത്ത് വരാനായിട്ട് നമുക്ക് വെയിറ്റ് ചെയ്യാം കേട്ടോ. തണുത്തതിന് ശേഷം നമ്മൾ അരിപ്പയൊന്നും യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മൾ സാധാ ഒന്ന് വെള്ളത്തിൻ്റെ നമ്മൾ അതിൽ ഇട്ടിട്ടുള്ള സംഭവങ്ങളെല്ലാം താഴെ ചെന്ന് കിടപ്പുണ്ടാവും. അപ്പോൾ നമ്മൾ ജസ്റ്റ് അതൊന്ന് ഒഴിച്ചെടുത്താൽ മതി കേട്ടോ. അപ്പോൾ നമ്മുടെ ഈ ഒരു ഹെയർ ടോണർ റെഡി ആയിട്ടുണ്ട്. നമ്മുടെ എല്ലാവരുടെയും കിച്ചണിൽ അവൈലബിൾ ആയിട്ടുള്ള നമ്മൾ വേസ്റ്റാക്കി കളയുന്ന സംഭവം ഉപയോഗിച്ചിട്ടാണ് കേട്ടോ നമ്മൾ ഇന്ന് ഈ ഹെയർ ടോണർ ചെയ്തിട്ടുള്ളത്. മുടി വളർച്ച കൂട്ടാനും അതുപോലെ തന്നെ മുടി കൊഴിച്ചിലിനെ നന്നായിട്ട് കുറയ്ക്കാനായിട്ടും ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നതാണ്. ഒരു 100 മുടിയൊക്കെ കൊഴിയുന്ന ആൾക്കാരാണെങ്കിൽ ഡെയിലി ഒരു 100 മുടിയൊക്കെ കൊഴിയുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഒരു ടോണർ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാട്ടോ. നിങ്ങൾക്ക് വിത്ത് ഒരു 2-3 ദിവസത്തിനുള്ളിൽ 2-3 ദിവസം നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു 2-3 ദിവസത്തിനുള്ളിൽ തന്നെ നിങ്ങൾക്ക് നല്ല റിസൾട്ട് കിട്ടുന്നതാണ് കേട്ടോ. ഒരു 100 മുടി കൊഴിയുന്ന സ്ഥാനത്ത് ഒരു 30-40 മുടി കൊഴിയുന്നതായിട്ട് കാണാൻ സാധിക്കും. അപ്പോൾ അത്രയും രീതിക്ക് ഡിഫറൻസ് കാണിക്കുന്ന ഒരു അടിപൊളിയായിട്ടുള്ള ഒരു ടോണറാണ്. പിന്നെ നമ്മൾ വേസ്റ്റാക്കി കളയുന്ന സംഭവങ്ങളും അതുപോലെ നമ്മുടെ കിച്ചണിലുള്ള സാധനങ്ങളും വെച്ചിട്ടാണ് കേട്ടോ നമ്മൾ ഇന്നത്തെ ഈ ഒരു ടോണർ ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പം നമുക്കിത് ഈ ഒരു ടോണർ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം. അപ്പോൾ അതിന് മുൻപായിട്ട് കഴിഞ്ഞ ദിവസത്തെ നമ്മുടെ ഈ ഒരു ഹെയർ ഗ്രോത്ത് ചാലഞ്ച് ഡേ 10 ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. നമ്മുടെ ചെറിയ വെളുത്തുള്ളി വെച്ചിട്ടുള്ള ഒരു ഹെയർ പാക്ക് ഇട്ടിട്ടുണ്ടായിരുന്നു.
അപ്പോൾ ആ ഒരു പാക്ക് ഇട്ടതിന് ശേഷമുള്ള റിസൾട്ടാണ്. അപ്പോൾ ആരെങ്കിലും കാണാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലിൽ പോയി നോക്കാം കേട്ടോ. ഒന്നുകിൽ നമ്മുടെ ഈ ഒരു വീഡിയോസിൻ്റെ തൊട്ട് താഴെ ഉണ്ടാവും നമ്മുടെ ആ ഒരു ഹെയർ പാക്കിൻ്റെ വീഡിയോ. അതല്ലാന്നുണ്ടെങ്കിൽ ഞാൻ എൻ്റെ സ്ക്രീനിൽ കൊടുത്തേക്കാം കേട്ടോ. അപ്പോൾ പോയൊന്ന് കണ്ടു നോക്കാം. നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോ ആണ് കേട്ടോ. മുടി കൊഴിച്ചിൽ മാറാനും അതുപോലെ തന്നെ മുടി നല്ല സോഫ്റ്റായിട്ടും തിക്കായിട്ടൊക്കെ കിടക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു അടിപൊളി ഹെയർ പാക്കാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് പോയി കണ്ടു നോക്കട്ടോ. അപ്പോൾ ഞാൻ ഇനി ഹെയർ ടോണർ അപ്ലൈ ചെയ്ത് കൊടുക്കാനായിട്ട് പോവാണ്. അപ്പോൾ ഇത് അപ്ലൈ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് നൈറ്റിൽ വേണമെങ്കിലും ചെയ്യാം കേട്ടോ, ഒരു കുഴപ്പമില്ല. നമുക്ക് നൈറ്റിലും ഡേയിലും ഒരേപോലെ ചെയ്യാം. പിന്നെ കുട്ടികൾക്കാണെങ്കിലും മുതിർന്നവർക്കാണെങ്കിലും പ്രായമുള്ളവർക്കാണെങ്കിലും സ്ത്രീകൾക്കും പുരുഷന്മാർക്കും എല്ലാവർക്കും ഒരേപോലെ യൂസ് ചെയ്യാം കേട്ടോ. ഒരു പ്രായപരിധിയോ ഒന്നുമില്ല. നമ്മൾ കുളിക്കുന്ന സമയത്ത് നീരിറക്കത്തിൻ്റെ പ്രശ്നം അല്ലെങ്കിൽ തൈറോയ്ഡ് അങ്ങനെയുള്ള പ്രശ്നമൊക്കെ ഉള്ളവരാണ്, പെട്ടെന്ന് ജലദോഷം വരുന്ന പ്രശ്നമൊക്കെ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ കുളിക്കുന്ന സമയത്ത് ഈ ഒരു ടോണർ ഉണ്ടാക്കി വെച്ചതിന് ശേഷം നമ്മൾ ഹെയറൊക്കെ വാഷ് ചെയ്തതിന് ശേഷം മുടി ഫ്രണ്ടിലോട്ട് ഇട്ടതിന് ശേഷം ഈ ഒരു ടോണർ ഉപയോഗിച്ച് ഒന്ന് ഹെയർ വാഷ് ചെയ്തെടുക്കുക. എന്നിട്ട് ജസ്റ്റ് നമ്മൾ ഒന്ന് തുണി ഉപയോഗിച്ച് തോർത്ത് ഉപയോഗിച്ച് ഒന്ന് തുടച്ചെടുക്കുക കേട്ടോ. നമ്മൾ പിന്നീട് വെള്ളം ഉപയോഗിച്ച് കഴുകേണ്ട ആവശ്യമില്ല. അപ്പോൾ അത്രയും നല്ല റിസൾട്ട് കിട്ടുന്നതാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ ഇനി ഞാൻ നമ്മുടെ ഈ ഒരു ടോണർ അപ്ലൈ ചെയ്ത് കൊടുക്കാനായിട്ട് പോവാണ്. ഞാനിതൊരു പാക്കായിട്ടാണ് ഇട്ടിടുന്നത്. ഡേയിലാണ് ഞാൻ ഇടുന്നത്. നൈറ്റിൽ വേണമെങ്കിൽ നമുക്കിത് ഫ്രിഡ്ജിലെടുത്ത് വെച്ചിട്ട് നമുക്ക് ഡെയിലി യൂസ് ചെയ്യാം കേട്ടോ. 7 ദിവസം നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് നൈറ്റിൽ യൂസ് ചെയ്യാം. ഒരു കുഴപ്പമില്ല, ഒരു പ്രശ്നം ഉണ്ടാകത്തില്ല, കേടാവത്തില്ല. നമുക്ക് വിശ്വസിച്ച് യൂസ് ചെയ്യാം കേട്ടോ. പക്ഷേ ഇതെടുത്ത് നമ്മൾ യൂസ് ചെയ്യുന്ന സമയത്ത് തണുപ്പൊക്കെ മാറിയതിന് ശേഷം മാത്രം നമ്മൾ അപ്ലൈ ചെയ്ത് കൊടുക്കാനായിട്ട് നോക്കുക. അതുപോലെ തന്നെ കുട്ടികൾക്കൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ജസ്റ്റ് ഒന്ന് കയ്യിലോട്ടൊന്ന് സ്പ്രേ ബോട്ടിലാക്കിയതിന് ശേഷം ഒന്ന് സ്പ്രേ ചെയ്യാം. എന്നിട്ട് ജസ്റ്റ് ഒന്ന് സ്കാൽപ്പിലൊക്കെ ഒന്ന് മസാജ് ചെയ്ത് സ്കാൽപ്പിൽ എല്ലാ സ്ഥലത്തും എത്തുന്ന രീതിയിലൊന്ന് മസാജ് ചെയ്ത് ഹെയറൊക്കെ നന്നായിട്ട് ഡ്രൈ ആയതിന് ശേഷം ഉറങ്ങാനായിട്ട് നോക്കാം കേട്ടോ. അപ്പോൾ കുട്ടികൾക്കൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ജസ്റ്റ് ഒത്തിരി അങ്ങോട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഒന്ന് കൈ വെച്ചിട്ട് ഇട്ട് കൊടുത്താൽ മതിയാവും. അപ്പോൾ നമ്മൾ ഈ ഒരു നൈറ്റിൽ ഇതുപോലെയുള്ള വാട്ടർ കൺസിസ്റ്റൻസി ഉള്ള പാക്ക് അല്ലെങ്കിൽ ടോണറൊക്കെ യൂസ് ചെയ്യുന്ന സമയത്ത് നമ്മളത് നന്നായിട്ട് ഡ്രൈ ആയതിന് ശേഷം മാത്രം മുടി കെട്ടിവെക്കുക. അല്ലെന്നുണ്ടെങ്കിൽ മുടിക്കായ പെട്ടെന്ന് കൂടാനുള്ള സാധ്യത ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ ഞാൻ ഈ ഒരു ടോണർ ഹെയറിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഞാനിത് മുഴുവനായിട്ട് ഇപ്പോൾ അപ്ലൈ ചെയ്യുന്നില്ല. ഞാൻ ആദ്യമേ കുറച്ച് സ്കാൽപ്പിൽ നന്നായിട്ടൊന്ന് തേച്ച് പിടിപ്പിച്ചിട്ട് മസാജ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ നിങ്ങൾ ഹെയർ നന്നായിട്ട് ഫ്രിസി ആയിട്ടൊക്കെ ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഒരു പാക്ക് ഈ ഒരു ടോണർ അപ്ലൈ ചെയ്യുന്ന സമയത്തായിട്ട് ഒരല്പം ഓയിലും ഒരു 1-2 തുള്ളി ഓയിൽ നമ്മുടെ ഈ ഒരു ടോണറിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമ്മുടെ സ്കാൽപ്പിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ നമ്മൾ ഒത്തിരി ഹെയർ അങ്ങോട്ട് ഡ്രൈ ആവുന്നത് കുറയ്ക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ഞാനിപ്പോൾ ഓയിലൊന്നും ഇട്ടിട്ടില്ല. കഴിഞ്ഞ ദിവസത്തെ ഇട്ടിട്ടുണ്ടായിരുന്ന ഹെയർ പാക്കിൽ ഞാൻ നമ്മുടെ ഓയിൽ അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഓയിലൊന്നും ഇട്ടിട്ടില്ല. അത്യാവശ്യം എൻ്റെ ഹെയറിൽ ഓയിലുണ്ട്. അപ്പോൾ ഞാൻ അത് കാരണം ഓയിലൊന്നും ഇട്ടിട്ടില്ല കേട്ടോ. അപ്പോൾ ഇനി നമ്മുടെ ടോണർ എല്ലാ ഭാഗത്തും തേച്ച് പിടിപ്പിച്ച് കൊടുക്കുന്നുണ്ട്. ഇനി ഒരു മാക്സിമം 15 to 20 മിനിറ്റൊക്കെ ഞാൻ ഈ ഒരു ടോണർ വയ്ക്കും. പിന്നെ കോൾഡിൻ്റെ തൈറോയിഡിൻ്റെ പ്രശ്നമുള്ളവർ 10 മിനിറ്റ് വെച്ചതിന് ശേഷം വാഷ് ചെയ്ത് കളയാം കേട്ടോ. പിന്നെ കുട്ടികൾക്കൊക്കെ യൂസ് ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ ഹെയറിലൊഴിച്ച് കുളിച്ചതിന് ശേഷം ഹെയറിലൊഴിച്ചൊന്ന് വാഷ് ചെയ്തെടുത്താൽ മതി. ഒത്തിരി നേരമൊന്നും വെക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഞാൻ എൻ്റെ മക്കൾക്കാണെങ്കിലും അതുപോലെ തന്നെ ഹസ്ബൻഡിനാണെങ്കിലും ഒക്കെ ഒരേപോലെ ഞങ്ങൾ യൂസ് ചെയ്യുന്ന ഒരു ടോണറാണ് കേട്ടോ. അപ്പോൾ പുരുഷന്മാരെന്നോ അല്ലെങ്കിൽ സ്ത്രീകളെന്നോ കുട്ടികളെന്നോ അങ്ങനെയൊന്നുമില്ല, എല്ലാവർക്കും യൂസ് ചെയ്യാം. അപ്പോൾ ഓരോരുത്തരും ചെയ്യുമ്പോൾ അവരവരുടേതായിട്ടുള്ള സൗകര്യം അനുസരിച്ചിട്ട് ചെയ്യാം കേട്ടോ. ഞാൻ ഈ ബാക്കിയുള്ള ഈ ഒരു ടോണർ എൻ്റെ ഹെയറിൽ ഒഴിച്ചിട്ട് വാഷ് ചെയ്യാണ് ചെയ്യുന്നുള്ളൂ. അപ്പോൾ ഇനി ഞാൻ എൻ്റെ ഹസ്ബൻഡിനും കുട്ടികൾക്കും കൂടിയിട്ട് ഉണ്ടാക്കാൻ കേട്ടോ. ഇത് ഞാൻ ഇപ്പോൾ എനിക്ക് മാത്രമാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. സോ അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണെന്നുള്ളത് കമൻറ്റ് ബോക്സിൽ ഒന്ന് പറയാനായിട്ട് മറക്കരുത്. അപ്പോൾ നമുക്ക് ഇതുപോലെ ഒരുപാട് യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസായിട്ട് നമ്മുടെ ഹെയർ ഗ്രോത്ത് ചലഞ്ചിൽ 12ാമത്തെ ഡേയിൽ വീഡിയോസുമായിട്ട് വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവരും ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ നമ്മളൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനോ കസിൻസിനോ ഒക്കെ ഹെയർ പ്രോബ്ലംസ് ഒക്കെ ഉണ്ടെങ്കിൽ വീഡിയോസ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. മാക്സിമം സപ്പോർട്ട് ചെയ്യാനായിട്ട് നോക്കട്ടെ. ഇതുപോലത്തെ വീഡിയോസായിട്ട് ഇനി ഞാൻ വരുന്നതാണ്. അപ്പോൾ അത്ര തന്നെയുള്ളൂ. വീണ്ടും നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും ടാറ്റാ, ബൈ ബൈ, സീ യു.